തുഗ്ലക് ഡൈനാസ്റ്റി പറഞ്ഞത് വരെ ഓക്കെ ആണോ? ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ? സോ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തുഗ്ലക് ഡൈനാസ്റ്റി വരുന്നതിന് മുൻപ്, അതായത് നമ്മുടെ ഗാസി മാലിക് റൂളിലേക്ക് വരുന്നതിന് മുൻപ് ശ്രദ്ധിച്ചാൽ മതി, ഇത്രയും ഏരിയാസ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി അണ്ടർ ദി കൺട്രോൾ ഓഫ് ഏത് ഡൈനാസ്റ്റിയാണ് നമുക്ക് പറയാൻ സാധിക്കും? ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയാൻ സാധിക്കും. അതായത് തുഗ്ലക് ഡൈനാസ്റ്റിക്ക് ആ ഒരു പവർ എത്തുന്നതിന് മുൻപ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തിട്ടുണ്ട്? അത്രയും ഏരിയാസ് അദ്ദേഹത്തിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പറയുന്നത് പോലെ തന്നെ നസറുദ്ദീൻ ഉസ്രൂഷ എന്ന് പറയുന്ന ആളെ പരാജയപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ട്രസ്റ്റഡ് നോബിൾ ആയിട്ടുള്ള ഗാസി മാലിക് എന്ത് ചെയ്യുന്നു? ഗവർണർ ഓഫ് പഞ്ചാബ് തോൽപ്പിച്ചുകൊണ്ട് ഭരണത്തിലേക്ക് വരുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്, തുഗ്ലക് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റി ഉണ്ടാവുന്നത്. അപ്പൊ അദ്ദേഹം വരുന്ന സമയത്ത് ഇത്രയും ഭാഗമുണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലാവുദ്ദീൻ ഖിൽജി മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും? ഡെഫിനറ്റ് ആയിട്ടും ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ ഇൻഡയറക്റ്റ് കൺട്രോളിലുള്ള ബാക്കിയുള്ള ഡൈനാസ്റ്റികൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കുമല്ലോ. അവരെനി റെസ്പെക്ട് ചെയ്യണം നിർബന്ധമുണ്ടോ? ഇല്ല, അവരൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ആ റീജിയണൽ കിങ്ഡംസ് ഒക്കെ അവിടെ ഈ പറയുന്ന പോലെ ടാക്സ് കൊടുക്കാതെ അങ്ങ് മാറി മാറി പോകുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളത് ഡയറക്ട്ലി കൺട്രോൾ ഉള്ളത് ഈ പറയുന്നത് പോലെ തന്നെ ഗിയാസുദ്ദീൻ തുഗ്ലക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ഗാസി മാലിക് എന്നാണ്. ശരിക്കും ഈ ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു, ഖുസ്രുഖാനെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞതുപോലെ അദ്ദേഹം റൂളിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇദ്ദേഹം അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഈ പറയുന്നത് പോലെ തന്നെ ജൗനാ ഖാൻ എന്ന് പറയുന്ന ഒരു മകനുണ്ട്. അദ്ദേഹത്തിന്റെ മകന്റെ പേരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ജൗനാ ഖാൻ എന്നാണ് മകന്റെ പേര് എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ റീ എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി ഇൻ വാറങ്കൽ ഇൻ മധുരൈ. ഈ പറയുന്ന ജൗനാ ഖാന്റെ മെയിൻ ആയിട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഡെക്കാൻ റീജിയൻ എന്ത് ചെയ്തു? ഈ പറയുന്ന ആര് കൊടുത്തു? ഗിയാസുദ്ദീൻ തുഗ്ലക് കൊടുക്കുകയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെയാണ്, റീജിയണൽ കിങ്ഡംസ് ഒന്നും ടാക്സ് പേ ചെയ്യാൻ റെഡി ആയിരുന്നില്ല. ഡെക്കാൻ കിങ്ഡം കൊടുക്കുന്നു. ജൗനാ ഖാൻ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പോലെ വാറങ്കലിലേക്കും അതുപോലെ മധുരൈ ഭാഗത്തേക്കൊക്കെ യുദ്ധത്തിന് പോകുന്നു. അവിടെയൊക്കെ മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്റെ കൺട്രോളിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ഗിയാസുദ്ദീൻ തുഗ്ലക് എന്ത് ചെയ്യുന്നുണ്ട്? ഉത്കല, ബംഗാൾ എന്ന് പറഞ്ഞ റീജിയൻ ഒക്കെ അദ്ദേഹത്തിന്റെ കൺട്രോളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. സോ അദ്ദേഹം ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത് വാറങ്കലൊക്കെ ഈ കൺട്രോളിലേക്കൊക്കെ കൊണ്ടുവരുന്നൊക്കെയാണ്. വാറങ്കൽ കാകതീയ ഡൈനാസ്റ്റിന്റെ പാർട്ടാണ്, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇത്രയും ഭാഗം അദ്ദേഹം എന്ത് ചെയ്യുന്നു? വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്ത് അദ്ദേഹത്തിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് ചെയ്യുന്നത്? തുഗ്ലക്കാബാദ് എന്ന് പറയുന്ന സിറ്റി കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫോർട്ട് പണിയുന്നു. ദാറ്റ് ഫോർട്ട് ഈസ് നോൺ ആസ് തുഗ്ലക്കാബാദ് ഫോർട്ട്. ഓക്കെ, സോ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ എവിടേക്ക് കൊണ്ടുവരികയാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക് തുഗ്ലക്കാബാദ് സിറ്റി പണിയുന്നു. അവിടെയാണ് തുഗ്ലക്കാബാദ് ഫോർട്ട് പണിയുന്നത്. ഇവിടെ ചെറിയൊരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ, ഈ പറയുന്ന തുഗ്ലക്കാബാദ് ഫോർട്ട് പണിയുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സൂഫി സൈന്റുമായിട്ട് ഇദ്ദേഹത്തിന് ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ആ സൂഫി സൈന്റിന്റെ പേരാണ് നിസാമുദ്ദീൻ ഓലിയ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഓക്കെ, നമ്മൾ ഇത് പഠിക്കും. ഞാൻ ഇത് പഠിപ്പിക്കും. എന്താണ് ഇവിടെ ഭക്തി സൂഫി മൂവ്മെന്റ്സ്. ആ സമയത്ത് ഞാൻ പറയും, നിസാമുദ്ദീൻ ഓലിയായിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് കോൺഫ്ലിക്റ്റ് വരികയാണ്. ഈ പറയുന്ന ഫോർട്ട് പണിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. കാരണം ഈ ഫോർട്ട് പണിയുന്ന ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നിസാമുദ്ദീൻ ഓലിയയും അവരുടെ ഡിസിപ്ലിൻസിന്റെയും ഒരു ഏരിയ ആണ്. അവരുടെ സൂഫി ആക്ടിവിറ്റിയുള്ള ഏരിയ ആണ്. ആ ഏരിയ ഫോഴ്സ്ഫുള്ളി പിടിച്ചെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗിയാസുദ്ദീൻ തുഗ്ലക് അവിടെ ഫോർട്ട് പണിയാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് നിസാമുദ്ദീൻ ഓലിയ അദ്ദേഹത്തിനെ ശപിക്കുന്നുണ്ട്. നീ നിന്റെ ഭരണം തകർന്നു പോകുന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അവരുടെ കോൺഫ്ലിക്റ്റും കാര്യങ്ങൾ വരുന്നത് ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. ഹിസ്റ്റോറിക്കൽ ആസ്പെക്ടില് ഇദ്ദേഹമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഡൽഹി സൽത്തനേറ്റിൽ ഇറിഗേഷൻ വർക്ക്സിനൊക്കെ ആദ്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഈ പറയുന്നത് പോലെ തന്നെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു യുദ്ധത്തിന് പോവുകയും ആ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു വുഡൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന്റെ ഇവിടെ അദ്ദേഹം വിശ്രമിക്കുകയും ചെയ്യാണ്. വിശ്രമിക്കുന്ന സമയത്ത് കഷ്ടകാലത്തിന് എന്ത് ചെയ്തു? ആ വുഡൻ സ്ട്രക്ചർ പൊട്ടി വീണിട്ട് പുള്ളി മരിച്ചു പോകണം. ഓക്കെ, ഇപ്പൊ ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നത് രണ്ട് രീതിയിലാണ്. ഇബ്നു ബത്തൂത്ത പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട് ഇത് കൊന്നത് ജൗനാ ഖാൻ ആണെന്നാണ്. ജൗനാ ഖാൻ എന്ന് പറഞ്ഞാണെങ്കിൽ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറഞ്ഞ ഇനിഷ്യൽ കേസിൽ ഒരു പൊട്ടനാണ്, തനി പൊട്ടൻ. നമ്മൾ പറയില്ലേ, ബാലയൊക്കെ പറയുന്നത് പോലെ. ഇനിഷ്യലി പുള്ളിക്ക് യാതൊരു അറിവും അതിനകത്തില്ല സത്യം പറയുകയാണെങ്കിൽ. രണ്ടാമത്തെ പാർട്ടിൽ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്നു ഈ പറഞ്ഞ പോലെ നിസാമുദ്ദീൻ ഓലിയെ ശപിച്ചതാണെന്നാണ്. അത്രയും വലിയ ശാപമാണ് കിട്ടിയത്. ആ ശാപത്തിന്റെ മുകളിലാണ് പുള്ളി ഇത് പൊട്ടി വീണ് മരിച്ചതെന്നാണ്. കാരണം അതുവരെ പൊട്ടി വീഴാത്തൊരു സാധനം പെട്ടെന്ന് പൊട്ടി വീണ് പുള്ളി തലേക്ക് വീഴുമ്പോൾ പുള്ളി മരിച്ചുപോയി. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിയൻസ് പല രീതിയിലാണ് പറയുന്നത്. പക്ഷെ കുറച്ചും കൂടി ആൾക്കാർക്ക് പറയാൻ എന്തായിട്ട് ഇപ്പം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിരിക്കും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുക. ഇപ്പൊ ഇബ്നു ബത്തൂത്ത ശരിക്കും വിശ്വസിക്കുന്നത് ഇത് ജൗനാ ഖാൻ ഭരണത്തിലേക്ക് വരാൻ വേണ്ടി പുള്ളി തള്ളിയിട്ട് കൊന്നതാണെന്നാണ്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനുശേഷം മുഹമ്മദ് ബിൻ തുഗ്ലക്
ഭരണത്തിലേക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 1325 ആവുന്ന സമയത്ത് പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭരണം വെൽ എസ്റ്റാബ്ലിഷ് ആക്കുന്നുണ്ട്. ആ സമയത്താണ് പുള്ളി എന്ത് ചെയ്യുന്നത്, മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്ന ഒരു ടൈറ്റിലേക്ക് പുള്ളി എത്തുന്നത്. പുള്ളിന്റെ ഒറിജിനൽ നെയിം ജനഖാൻ എന്നാണ്. ഓക്കെ, പുള്ളി ഒരുപാട് ആംബിഷ്യസ് ആയിട്ടുള്ള സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി ഒരു ഡബിൾ ക്യാരക്ടർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒരേ സമയം തന്നെ പുള്ളി ആൾക്കാരെ സ്നേഹിക്കുകയും ഒരേ സമയം തന്നെ പുള്ളി ആൾക്കാരെ കൊല്ലുകയും ചെയ്യും. ബരാണി പുള്ളിന്റെ കോർട്ട് ബോയ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബരാണി അതേപോലെ തന്നെ ബിനു ബത്തുത്തൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണം നടക്കാത്ത ഒരു സമയം പോലും ആ കോർട്ടിൽ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ പാണ്ടിപ്പടയിൽ പ്രകാശ് രാജിന്റെ ഒരു ക്യാരക്ടർ ഇല്ലേ, നമുക്ക് ഒരു ചിക്കൻ കാലൊക്കെ കടിച്ചു പിടിച്ചിട്ട് ദിലീപിന്റെ ഒരു സീനില്ലേ ഇടയ്ക്ക് നമ്മൾ വാട്സപ്പിലൊക്കെ കാണുന്നത് പോലെ തന്നെ, ദാറ്റ് കൈൻഡ് ഓഫ് എ ക്യാരക്ടർ വി ഹാവ്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. പുള്ളിന്റെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറാണ്, നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു മൈൻഡാണ് പുള്ളിയുടെ. ഓക്കെ, പുള്ളി ഒരേ സമയം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും, ഒരേ സമയം ലോകത്തെ ഏറ്റവും വലിയ പൊട്ടനായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പല പേരുകളും ഇതിനകത്ത് അറിയപ്പെടുന്നത്, പാഗൽ പാദുഷ എന്നൊക്കെ പറഞ്ഞ പേരിലൊക്കെ അറിയപ്പെടുന്നത്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലേ, എന്താ പറയാ, തുഗ്ലക് ഭരണ പരിഷ്കാരം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങൾ മാണിക്കക്കൽ എന്ന് പറഞ്ഞ സിനിമയിൽ പൃഥ്വിരാജ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ തുഗ്ലക് എന്ന് പറഞ്ഞ എഴുതി വെക്കുന്നതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, സിനിമയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അപ്പൊ ആ ഭരണപരിഷ്കാരങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണപരിഷ്കാരം കൊണ്ടുവരികയും അത് ഫെയിലർ ആകുന്ന സമയത്ത് ഉണ്ടാവുന്ന സാധനത്താണ് തുഗ്ലക് ഭരണപരിഷ്കാരം എന്ന് പറയാം. ഓക്കെ, ബട്ട് അദ്ദേഹം റിലീജിയസ് ആസ്പെക്ടിൽ ഭയങ്കര ടോളറന്റ് ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ ഡൽഹി സുൽത്താനത്തിലേക്ക് വരുമ്പോൾ പുള്ളി നല്ലപോലെ വിവരവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, ഫിലോസഫിക്കൽ ഐഡിയ ഉള്ള ആളാണ്, എഡ്യൂക്കേഷനുള്ള ആളാണ്. പുള്ളി എന്ത് ചെയ്യുന്നു, പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നു. അതിൽ പുള്ളിയുടെ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഷിഫ്റ്റിംഗ് ആയിരുന്നു. പുള്ളിയുടെ മനസ്സിൽ നല്ല കാര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പുള്ളി പറഞ്ഞത്, ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഭരിക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രലിൽ പോയി ഭരിക്കണം. എന്തിനായാലേ ഈ പറയുന്ന പോലെ ഡെക്കാൻ റീജിയൻ മാറ്റം, നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ ഡിവിഷൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് എന്ത് ചെയ്യണം, സെൻട്രലിൽ ഭരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധിക്കില്ലോ എന്ന് പുള്ളി വിചാരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് പുള്ളി ദേവഗിരിയിലേക്ക് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ സെക്കൻഡ് ക്യാപിറ്റൽ ആക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഈ ദേവഗിരിയിലേക്ക് പുള്ളി മാർച്ച് ചെയ്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നു. പുള്ളി എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ക്യാപിറ്റലായിട്ട് ദേവഗിരി തീരുമാനിക്കുന്നു. പുള്ളി അവിടുത്തെ ജനങ്ങളോട് എല്ലാവരോടും പറയണം, നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾ നടന്നിട്ട് ദേവഗിരിയിലേക്ക് പോയിക്കോ എന്ന് പറയാം പുള്ളി എല്ലാവരോടും, നോബിൾസിനോടൊക്കെ. ആൾക്കാർ എന്ത് ചെയ്യുന്നു, ശവിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്ന ആൾക്കാർ നടന്നെത്തി ഈ ദേവഗിരിയിൽ എത്തുന്ന സമയത്ത് ആൾക്കാർ കുറെ ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്, കുറെ നോബിൾസ് ഒക്കെ മരിച്ചു പോകുന്നുണ്ട് വെള്ളം കിട്ടാതെ. കാരണം ഒരു ഭയങ്കര ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത്രയും കിലോമീറ്റർ 1500 കിലോമീറ്റർ നടന്നു പോകുക എന്ന് പറയുന്നത് രാജാവിനെ ചുമക്കാൻ ആൾക്കാരുണ്ട്, പക്ഷെ ബാക്കിയുള്ള സിറ്റുവേഷൻ അതല്ലല്ലോ. ഓക്കെ, അങ്ങനെ ദേവഗിരിയിൽ എത്തുന്നു. ഡെഫിനറ്റ്ലി നോർത്ത് ഇന്ത്യൻ ക്ലൈമറ്റും സൗത്ത് ഇന്ത്യൻ ക്ലൈമറ്റും ഡെക്കാൻ ക്ലൈമറ്റും ഭയങ്കര വ്യത്യാസമല്ലേ, അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ ദേവഗിരി ഫോർട്ടിന്റെ പ്രത്യേകത വെള്ളം കിട്ടത്തില്ല, ഭയങ്കരമായിട്ടൊരു പ്രോബ്ലം ഉണ്ട്. ദേവഗിരി എത്തിയ സമയത്ത് പുള്ളി വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, അവിടെയുള്ള കുറെ ഹിന്ദു ആൾക്കാരെ മതം മാറ്റിയിട്ട് ഇസ്ലാമിസത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, അദ്ദേഹം കൺവേർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞു അവിടെ വെള്ളത്തിന്റെ കുറെ പ്രോബ്ലംസ് ഉണ്ട് ദൗലത്താബാദ് ഫോർട്ടിൽ. ഈ ദേവഗിരി ഫോർട്ടിന് അദ്ദേഹം പേര് മാറ്റുന്നു, ദൗലത്താബാദ് ഫോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടുപേരും എനിക്ക് പറയാൻ ആ ഫോർട്ട്. ഓക്കെ, അപ്പൊ ദൗലത്താബാദ് ഫോർട്ടിൽ ഈ പറയുന്ന പോലെ വെള്ളം അതിന്റെ ഷോർട്ടേജ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നു ഈ കച്ചവടം നടക്കില്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, തിരിച്ച് പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നു. പുള്ളി പറയുന്നു, മതി നമുക്ക് ഇവിടുത്തെ കച്ചവടം നിർത്താം, നമുക്ക് തിരിച്ചെന്ത് ചെയ്യാം, ഡൽഹിയിലേക്ക് തിരിച്ചു പോകാം എന്ന് പ്ലാൻ ചെയ്യുന്നു. ആകെ കുറച്ച് പേരേ ഉള്ളൂ, തിരിച്ചെത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവരുടെ കാര്യം കൂടി തീരുമാനമാകും. ഓക്കെ, അപ്പൊ അവിടെ എത്തുന്ന സമയത്ത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ച് ആ ഒരു ക്യാപിറ്റൽ ഡൽഹി സിറ്റിയിലേക്ക് എത്തുന്നത്. ക്യാപിറ്റൽ അദ്ദേഹം മാറ്റുന്നു, വീണ്ടും റീഷിഫ്റ്റ് ചെയ്യുന്നു ഡൽഹിയിലേക്ക്. ഓക്കെ, ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് വീണ്ടും വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹം ഇവിടേക്ക് വന്നു, അതായത് സൗത്തിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ ഡെക്കാൻ റീജിയനിലേക്ക് വന്ന സമയത്ത് അവിടെ കുറെ പേരെ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെട്ട രണ്ടാൾക്കാരായിരുന്നു ഹരിഹര ആൻഡ് ബുക്ക എന്ന് പറയുന്ന രണ്ടാളുകൾ. ഓക്കെ, അവർ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ആവുന്നു. രാജാവ് തിരിച്ചു പോകുന്ന സമയത്ത് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇയാൾക്ക് വല്ല കപ്പാസിറ്റി ഒന്നുമില്ല, ഇയാളെ പേടിച്ച് നമ്മൾ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഹരിഹരയെ ബുക്ക് എന്ത് ചെയ്യുന്നു, സൈന്റ് വിദ്യാരണ്യ എന്ന് പറയുന്ന ഒരു സൈന്റ് ഉണ്ട്. ഈ സൈന്റ് വിദ്യാരണ്യ അവർ തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അവരുടെ പുതിയൊരു ഡൈനാസ്റ്റി ഉണ്ടാക്കാൻ പറയുകയും ചെയ്യുന്നു. ആ ഒരു ഡൈനാസ്റ്റിയാണ് എന്ന് പറയുന്നത് വിജയനഗര എംപയർ എന്ന് പറഞ്ഞ് വേൾഡ് മൊത്തം അറിയപ്പെട്ടിട്ടുള്ള ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തൊട്ടടുത്ത് അവർക്ക് ഈക്വൽ ആയിട്ട് അറിയപ്പെടാതെ പോയ അത്രയും ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കിങ്ഡം കൂടിയുണ്ട്. കിങ്ഡം ഈസ് നോൺ ആസ് ബാഹുമണി സൽത്തനേറ്റ്. അത്രയും ഫേമസ് ആയിട്ടുള്ള ഡൈനാസ്റ്റി, നമ്മളത് ആൾക്കും അറിയാതെ പോകുന്ന ഒരു ഡൈനാസ്റ്റിയാണ്. ഓക്കെ, ഹിസ്റ്ററിയിൽ പോലും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത, എന്നാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ്. ഫിറോസ് ഷാ ബാഹുമണി ഒക്കെ ഉണ്ട് അവിടെ. അദ്ദേഹം സ്പേസിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ടെസ്റ്റ് സീരീസുകളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, പക്ഷേ UPSC ഇപ്പോഴും അത് ചോദിക്കുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നില്ല. നമുക്ക് അവിടെ എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ രണ്ട് ഡൈനാസ്റ്റി ഉണ്ടായതെന്ന് മനസ്സിലായോ, ക്യാപിറ്റൽ ഷിഫ്റ്റിംഗിലൂടെ. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിജയനഗരെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്നത്. ദിസ് ഇസ് ദ കണക്ഷൻ ഓഫ് വിജയനഗര ആൻഡ് ബാഹുമണി. ഓക്കെ, അതിന്റെ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ടോക്കൺ കറൻസിയോട് ബന്ധപ്പെട്ടിട്ടാണ്.
അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാകുകയാണ്, ഓൾറെഡി ഇവിടെ ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണ് ഈ പറയുന്ന പോലെ കറൻസി മാറ്റണം എന്നൊരു ആഗ്രഹം വരികയാണ്. കാരണം അത്രയും ഇഷ്യൂസ് വരുന്നു, കറൻസി പ്രിന്റ് ചെയ്യാനുള്ള എമൗണ്ടുകളൊന്നും ഇല്ല. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നു കോപ്പർ കറൻസി വെക്കുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തൊരു അബദ്ധമുണ്ട്. കോപ്പർ കറൻസിയും അതേപോലെ തന്നെ സിൽവർ കറൻസിന്റെയും വാല്യൂ ഒന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് അദ്ദേഹത്തിന് പ്ലാൻ വന്നത് ഹൂബൈ ഖാൻ എന്ന് പറയുന്ന പേപ്പർ കറൻസിയൊക്കെ ചൈനയിൽ നിന്നാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ ഒരു സാധനം അഡാപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ആളുകൾ എന്ത് ചെയ്യും, കോപ്പർ കറൻസി അടിച്ചിറക്കും. അല്ല, എളുപ്പമാണ് കോപ്പർ കറൻസി ഉണ്ടാക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് വെച്ച് ടാക്സ് ഒക്കെ കൊടുക്കും. രാജാവ് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ, കാരണം ടാക്സ് അടയ്ക്കുന്നത് എളുപ്പമല്ലേ. പക്ഷെ എന്ത് സംഭവിക്കുന്നു, ഫോറിൻ ട്രേഡേഴ്സ് ഒന്നും ഈ പറഞ്ഞ കോപ്പർ കറൻസി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. കോപ്പറിന്റെയും സിൽവറിന്റെയും വാല്യൂ രണ്ടാണ്, അല്ലെ? രണ്ടിനെയും ഈക്വൽ വാല്യൂ കൊടുത്താൽ എന്ത് സംഭവിക്കും, ആളുകൾ എടുക്കുവോ? ഇല്ല. അത് കൂടാതെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ടോക്കൺ കറൻസി ഇതേപോലെ തന്നെ കോപ്പർ കറൻസി ആൾക്കാർ അടിച്ചിറക്കുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ പറയുന്ന പോലെ തന്നെ തട്ടിപ്പ് നടക്കും. ഈ പറയുന്ന ഗോൾഡ് സ്മിത്ത് ഒക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അടിച്ചുണ്ടാക്കും, കുറെ ഉണ്ടാക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ടാക്സ് കൊടുക്കും. അപ്പൊ ഈ സമയത്ത് ഇയാൾക്ക് മനസ്സിലാവും അബദ്ധം പറ്റി. മുഹമ്മദ് ബിന്ദുക്കളൊക്കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പറയുന്ന കോപ്പർ കറൻസി ഒക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, തിരിച്ച് അതേ വാല്യൂ ഉള്ള സിൽവർ കോയിനും ഗോൾഡ് കോയിനും തരാന്ന് പറയും. സംഭവം എന്താ, ഈ പൈസ ഇടന്ന് എടുത്തു കൊടുക്കുന്നത് ട്രഷറി എന്നല്ലേ. അപ്പോ രാജാവിന്റെ കയ്യിൽ സിൽവർ കോയിനും ഗോൾഡ് കോയിനും ഇല്ലാത്ത അവസ്ഥ വന്നു, ജനങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥ വന്നു. അപ്പൊ അത്രയും എന്തായി ഈ പറയുന്ന പോലെ കോപ്പർ കോയിൻ. അപ്പൊ ശരിക്കും പറയുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ ആസ്പെക്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തന്നെ വരാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, പല റോഡ് സൈഡുകളിലും തുക്ലക്കാബാദിലൊക്കെ കോപ്പർ കോയിൻസ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുന്നുപോലെ കോപ്പർ കോയിൻസ് കാണാം എന്നുള്ളത്. ഓക്കെ, ഇവിടെയാണ് കോയിൻസിന്റെ ഭാഗം, മോണിറ്ററി വാല്യൂ ഓഫ് എ മണി എന്നുള്ള സാധനം നിങ്ങൾ പഠിക്കുന്നത്. ദിസ് ഇസ് കണക്റ്റഡ് ടു എക്കണോമി. എന്തുകൊണ്ടാണ് 25 പൈസയും 50 പൈസയും റിമൂവ് ചെയ്തത്? 5 പൈസക്ക് വിലല്ല നമ്മൾ പറയില്ലേ, എന്താണ് ഈ 5 പൈസക്ക് വില അല്ലാണ്ടായിപ്പോയത്, അല്ലെങ്കിൽ 25 പൈസക്ക് വില അല്ലാണ്ടായിപ്പോയത്? കാണാരേട്ടനൊക്കെ പറഞ്ഞതുപോലെ റീസൺ വൈ ഇസ് എൻ എക്കണോമിക് ആസ്പെക്ട്. എന്താണ്, എന്തുകൊണ്ടാണ് 5 രൂപേന്റെ കോയിൻ, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിന്റെ മെറ്റീരിയൽ മാറി, അതേപോലെ തന്നെ അതിന്റെ തടി കുറഞ്ഞു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണത്? ഫേസ് വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോ ഒരു മണിക്ക്? ഓക്കെ, അതിന്റെ മെറ്റീരിയൽ ഉരുക്കി കഴിഞ്ഞാൽ അതിന്റെ എമൗണ്ടിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ കൊല്ലന്മാരൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോൾഡ് സ്മിത്ത് ഒക്കെ എന്ത് ചെയ്യും, അത് ഉരുക്കിയിട്ട് വിറ്റിട്ട് കൂടുതൽ പൈസ വാങ്ങില്ലേ? അപ്പൊ 25 പൈസേന്റെ ഒരു നാണയം ഉണ്ട് എന്ന് വിചാരിക്കുക. 25 പൈസയുടെ നാണയം ഉരുക്കി കഴിഞ്ഞാൽ 50 പൈസ കിട്ടുമെങ്കിൽ ആ 25 പൈസ ആൾക്കാർ ഷെയർ ചെയ്യോ? ഇല്ല, അവരെന്ത് ചെയ്യും, അത് ഉരുക്കിയിട്ട് 50 പൈസയുടെ കൃത്യമായിട്ടുള്ള എമൗണ്ട് വാങ്ങും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മണിയൊക്കെ റിമൂവ് ചെയ്തത്. ഞാൻ എക്കണോമിക്സിൽ പറഞ്ഞ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടോ? പറഞ്ഞത് എന്താ മനസ്സിലായി ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. കാരണം കോപ്പറിനും സിൽവറിനും ഒരേ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, ഈ പറഞ്ഞൊരു ഇഷ്യൂ വരും. അതുകൊണ്ടാണ് പല എമൗണ്ടുകളും പല റുപ്പീസുകളും റിമൂവ് ചെയ്തത് പോലും. അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത്, ഞാൻ കണക്ട് ചെയ്തത് മാത്രം. ഓക്കെ, അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. മൂന്നാമത് പുള്ളി ചെയ്തൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു നല്ലൊരു ആക്ടിവിറ്റി ആയിരുന്നു, അഗ്രികൾച്ചർ റിഫോംസ് എന്ന് പറയും. ഓക്കെ, പുള്ളി അവിടെ ഒരു പുതിയ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്നു. ദ ഡിപ്പാർട്ട്മെന്റ് ഇസ് നോൺ ആസ് ദിവാൻ ഐ കോഹി എന്ന് പറയും. ഓക്കെ, കോഹി. ഓക്കെ, ദിവാൻ ഐ കോഹി. ഓക്കെ, ഇതാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യും, പുതിയൊരു സിസ്റ്റം കൂടി കൊണ്ടുവരും. ദാറ്റ് സിസ്റ്റം ഇസ് നോൺ ആസ് തക്കാവി ലോൺ, അതായത് ലോൺ ഫോർ കൾട്ടിവേറ്റേഴ്സ് എന്ന് പറയും. കൾട്ടിവേറ്റേഴ്സിന് എന്ത് ചെയ്യാം, ലോൺ കൊടുക്കാൻ അദ്ദേഹം റെഡി ആവുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്നത് പോലെ ഫാർമേഴ്സിന് ലോൺ കൊടുക്കുന്നു. അപ്പൊ ആളുകള്, ലാൻഡുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, ലോൺ എടുക്കാൻ വരും. ലോൺ എടുക്കുന്നു, പക്ഷെ ലോൺ തിരിച്ചടക്കുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കും, വീണ്ടും ഒരു പോസിറ്റീവായിട്ട് ചെയ്തൊരു കാര്യം നെഗറ്റീവ് ആവാൻ തുടങ്ങി. കാരണം ആളുകൾ കൃഷിയൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, പ്രധാനമന്ത്രി കിസാൻ യോജന കേട്ടിട്ടുണ്ടോ? കർഷകരല്ലാത്ത എല്ലാ ആൾക്കാരും 6000 രൂപ വാങ്ങാറുണ്ട്, അല്ലേ? പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ കിസാൻ യോജനയുടെ കാര്യം പറയുന്നത്. എന്താ, നിങ്ങളുടെ ലാൻഡ് ഗവൺമെന്റിന്റെ മുമ്പിൽ അഗ്രികൾച്ചർ ലാൻഡ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ലാൻഡ് ഒരു ഫോറിനർ വിൽക്കാൻ സാധിക്കില്ല. ഒരു NRI അല്ലെങ്കിൽ ഒരു പുറത്തുള്ള ആൾ നിങ്ങൾ വന്നിട്ട് ആ ലാൻഡ് വാങ്ങുകയാണെന്ന് വിചാരിക്കുക, അവർക്കത് വാങ്ങാൻ പറ്റത്തില്ല. അവിടെ ഒരു നെഗറ്റീവ് സാധനം അവിടെ വരുന്നുണ്ട്. ഞാനത് ഇപ്പൊ അവിടെ പറഞ്ഞത് മാത്രം, തക്കാവിനോടായിട്ട് ബന്ധമില്ല. ഓക്കെ, തക്കാവിനോടേക്ക് വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ്. ഓക്കെ, ഭയങ്കരമായിട്ട് പ്രോബ്ലം വരുന്നു. അപ്പൊ അദ്ദേഹം തീരുമാനിക്കുകയാണ്, പൈസ ഒന്നും കിട്ടുന്നില്ല, ടാക്സി പിരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പുള്ളി എന്ത് ചെയ്യുന്നു വെച്ചാൽ ടാക്സേഷൻ ഇൻ ഡോം, യമുന റിവറിന്റെ തീരത്തൊക്കെ എന്ത് ചെയ്യുന്നു, പുള്ളി ആദ്യം അവിടെ ടാക്സ് അങ്ങോട്ട് കൂട്ടുകയാണ്. ഓൾറെഡി ആൾക്കാർ അഗ്രികൾച്ചർ ആസ്പെക്ടിലേക്ക് വരുന്നില്ല. ഓൾറെഡി ആൾക്കാർ അവിടെ പ്രോബ്ലംസ് വരുന്നുണ്ട്. അങ്ങനെ 100,000 പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർക്ക് ടാക്സ് കൊടുക്കാനുണ്ടോ? ഇല്ല. കഷ്ടപ്പെട്ട് പണിയെടുത്ത് അഗ്രികൾച്ചർ ചെയ്യുന്നതുകൊണ്ടാണ് ടാക്സ് കൊടുക്കുന്നത്. അവനും ഈ ടാക്സ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു,
സ്വാഭാവികമായിട്ട് എക്സ്പെരിമെന്റ് ഫെയിലർ ആകും ടാക്സ് കൂട്ടുന്നത്. ഇത് ഫെയിലർ ആയിട്ടും പുള്ളി അത് നിർത്തുന്നില്ല, പുള്ളി അത് വീണ്ടും വീണ്ടും ഇൻക്രീസ് ചെയ്താ വരുന്നത്. ഈവൻ ആ സമയത്ത് ഡ്രോട്ട് വന്നപ്പോൾ പോലും പുള്ളി ടാക്സ് ഇൻക്രീസ് ചെയ്തതെന്നല്ലാതെ ടാക്സ് കുറയ്ക്കാൻ പുള്ളി തയ്യാറായില്ല. അപ്പൊ പ്രസിഡൻസിന് റിവോൾട്ട് വരുന്നു, ഫാർമേഴ്സും കാര്യങ്ങളും ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് വരുന്നു. ശരിക്കും പറയുക ലിറ്ററലി പറയുകയാണെങ്കിൽ ഇയാളെ കൊണ്ട് പൊറുതിമുട്ടി ജനങ്ങൾ ആ ലെവലിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി പല സ്ഥലത്തും. ഓക്കെ, അതേപോലെ തന്നെ പല സ്ഥലത്തും റിവോൾട്ട് വരാൻ തുടങ്ങി. പുള്ളി അടുത്ത് ചിന്തിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ പൈസ ഒക്കെ പോയി ഇപ്പൊ എന്താ ചെയ്യുക, ഇനിയിപ്പോ യുദ്ധം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പല സ്ഥലങ്ങളും പിടിച്ചെടുക്കാമെന്ന് പുള്ളി തീരുമാനിക്കുന്നു. പുള്ളി ഒരു വലിയൊരു സ്റ്റാൻഡിങ് ആർമി മെയിൻറ്റെയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ഇതിനു വേണ്ടി തന്നെ പുള്ളി ടാക്സ് പിരിച്ചത്. പുള്ളി സ്റ്റാൻഡിങ് ആർമി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ സമയത്ത് പുള്ളിക്ക് യുദ്ധമില്ല, പുള്ളിയുടെ യുദ്ധം ചെയ്യാൻ വരുന്നില്ല. യുദ്ധം ചെയ്യാൻ വന്നാലല്ലേ സ്റ്റാൻഡിങ് ആർമിയോട് കാര്യമുള്ളൂ. സംഭവിക്കുന്നത് എന്താ, പുള്ളിന്റെ സ്ഥലങ്ങളൊക്കെ വിട്ടുപോവുകയും ചെയ്യുന്നു. പുള്ളിക്ക് അവിടെ യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി യുദ്ധം ചെയ്തൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയൻ ഭാഗത്തുള്ളതാ, ലേ ലഡാക്കിന്റെ പോർഷനിലേക്ക് പുള്ളി യുദ്ധം ചെയ്യുന്നത്. ഓക്കെ, അവിടെ യുദ്ധം ചെയ്തു. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ യുദ്ധത്തിന് പോകുന്നുണ്ട്, ഒരുപാട് കുതിരകളും ആനകളും അതേപോലെ തന്നെ ഒരുപാട് കാലാൾപ്പടകൾ യുദ്ധത്തിന് പോകുന്നുണ്ട്. അവിടുത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം എന്തായിരിക്കും, ഭയങ്കര തണുപ്പാണ്. ഈ തണുപ്പ് പല ആൾക്കാരും ചതിച്ചിട്ടുണ്ട് ഹിസ്റ്ററിയിൽ. തണുപ്പാണ് നെപ്പോളിയനെ ചതിച്ചത് റഷ്യ, തണുപ്പാണ് ഹിറ്റ്ലർ ചതിച്ചത് റഷ്യ, അല്ലെ? ക്ലൈമാറ്റിക്കൽ സിറ്റുവേഷൻ ഇസ് ഡിഫറെന്റ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ജനങ്ങള് യുദ്ധത്തിന് പോയ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, തണുപ്പ് കൊണ്ട് മരിച്ചു, കുതിരകൾ മരിച്ചു. ആകെ 10 ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചു വരുന്നത്. ഈ 10 ആൾക്കാർ തിരിച്ചു വന്നില്ലേ, നിങ്ങൾ എന്താ ചാവാത്തൊന്നും പറഞ്ഞ് മുഹമ്മദ് തുക്ലക് എന്ത് ചെയ്യും, ആരെയും കൊന്നു കളയും. നിങ്ങൾ ചത്തിട്ടില്ലോ, നിങ്ങൾ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് പറഞ്ഞ് ആരും തട്ടിക്കളയും. അപ്പൊ പുള്ളിയുടെ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലായോ, ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ, ഭയങ്കര വൈരുദ്ധാത്മകതയാണ് പുള്ളിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ വൈരുദ്ധാത്മകത എന്ന് പറയുന്ന സാധനം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. അദ്ദേഹത്തിന്റെ സമയത്താണ് 1336 എന്ന് സംഭവിക്കുന്നത്, വിജയനഗര വരുന്നത്. അതിന് കുറെ കാലത്തിന് ശേഷമാണ് 47 ബാഹമണി കിങ്ഡം വരുന്നത്. ഈ രണ്ടും നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് ഓർത്തിരിക്കണം. അതേപോലെ തന്നെ മധുരൈ സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഭാഗം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് റിബലിയൻ ബൈ ഹസൻ ഷാ. ഓൾസോ ഗുജറാത്ത് എന്ത് ചെയ്യുന്നുണ്ട്, റിബലിയൻ വരുന്നുണ്ട്. 3 വർഷത്തോളം അവിടെ വാർ നടക്കുന്നു. ഔദും മൾട്ടൻ ഒക്കെ റിവോൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ ഡൽഹി സുൽത്താനേറ്റ് കണ്ടോ, ബിസ്ക്കറ്റ് പേരത് ചുരുങ്ങിപ്പോയത്. എന്ത് സംഭവിക്കുന്നു, ഇവരൊക്കെ എന്ത് ചെയ്തു, ഈ സ്ഥലങ്ങൾ പോയി 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 കട്ട് ചെയ്ത് അവരവരുടെ ഡനാസിന്റെ ആക്കിയിട്ട് സംഭവിക്കുന്നു. അവസാനം ചെറിയ ചെറിയ ഭാഗമായിട്ട് ഇതിനെ വരുന്നു. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്, എന്താ സംഭവിക്കുന്നത് മനസ്സിലായോ? മുഹമ്മദ് ബിൻ തുഗ്ലക് ശരിക്കും പറഞ്ഞാൽ 1351 മരിക്കുകയാണ്. അവിടെ ജനങ്ങൾ പറഞ്ഞു, അയ്യോ സമാധാനം, രക്ഷപ്പെട്ടു എന്നുള്ള അവസ്ഥയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് മരിച്ച സമയത്ത്. കാരണം വെച്ചാൽ ഇയാളെ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും, നല്ലതായിരിക്കും ചെയ്യുന്നുണ്ട്. പക്ഷെ സംഭവിക്കുന്ന എന്താ, ഭയങ്കര പൊട്ടത്തരായിരിക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് അദ്ദേഹത്തിന് പല പേരുകളും വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ ബദൌനി ഒരു സ്റ്റേറ്റ്മെന്റ്, സുൽത്താൻ വാസ് ഫ്രീ ഫ്രം ദി ഹിസ് പീപ്പിൾ ആൻഡ് പീപ്പിൾ ഫ്രീ ഫ്രം സുൽത്താൻ. അതായത് ജനങ്ങളും രക്ഷപ്പെട്ടു, സുൽത്താനും രക്ഷപ്പെട്ടു പുള്ളി മരിച്ച സമയത്ത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണത്. അതേപോലെ തന്നെ പുള്ളിക്ക് പല പേര് വരുന്നുണ്ട്, വൈസസ്റ്റ് ഫൂൾ, അതേപോലെ പാഗൽ പാദുഷ, അൺഫോർച്ചുനേറ്റ് ഐഡിയോലോഗ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് പല പേരുകളും വരുന്നുണ്ട്. ഇബ്നു ബത്തൂത്തയാണ് ഇൽ സ്റ്റാർഡ് ഐഡിയലിസ്റ്റ് എന്ന് പറയുന്നത്. ഐഡിയലിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ, അത് പ്രാക്ടിക്കലി അവിടെ ഓക്കെ ആണ്, അല്ലാതെ പുള്ളി ചിന്തിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത്രയും ക്രിറ്റിസിസം വന്നിട്ടുള്ള ഒരാളും കൂടിയാണത്. ഓക്കെ, ഇപ്പൊ മൊറോക്കോ ട്രാവലർ ആയിട്ടുള്ള ഇബ്നു ബത്തൂത്ത വിസിറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം, നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ ഇബ്നു ബത്തൂത്ത എന്ത് ചെയ്തിട്ടുണ്ട്, സഫർനമ റഹേല, അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയ ബുക്കാണ്. ഈ റഹേലയിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യനെ കുറിച്ച് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരുപാട് എവിഡൻസ് എടുക്കാറുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ കാലത്തിൽ ഗാസിയായിട്ട് ഡൽഹി സുൽത്താനായിട്ടുള്ള, ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗം പറയുന്ന സമയത്ത് ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഗാസി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആ ഭാഗം എടുക്കും. ഓക്കെ, ഗാസി മീൻസ് മജിസ്ട്രേറ്റ് ആസ്പെക്ട്. ഓക്കെ, അത്യാവശ്യം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു പുള്ളി. അങ്ങനെയുള്ള റോളുകളിലേക്കൊക്കെ വരുന്നുണ്ട്. ഇത്രയും ഭാഗം ഓക്കെ ആണോ? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാര്യം. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഈ കോളാക്കി വെച്ചൊരു സ്ഥലത്തേക്കാണ് ആര് വരുന്നത്, ഫിറോസ് ഷാ തുഗ്ലക്ക് വരുന്നത്. ഫിറോസ് ഷാ തുഗ്ലക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ബ്രദറിന്റെ മകനാണ്, നെഫ്യൂ ആയിട്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് കണക്ഷൻ, ബ്രദർ എന്നുള്ള കണക്ഷൻ തന്നെയാണ് ആരും ഫിറോസ് ഷാ തുഗ്ലക്കും മുഹമ്മദ് ബിൻ തുഗ്ലക്കും വരുന്നത്. പക്ഷേ എന്താ പറയുന്നത്, ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ അനിയന്റെ മകനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫിറോസ് ഷാ തുഗ്ലക്ക് വരുന്നത്. പുള്ളിയുടെ രീതി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഓക്കെ, പുള്ളി അത്യാവശ്യം നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ളതാണ്, നോബിൾസിനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി എന്ത് ചെയ്യുന്നു, ഖാൻ ഐ ജഹാൻ മക്ബാൽ എന്ന് പറയുന്ന ഒരാൾ, ഒരു തെലുങ്ക് ബ്രാഹ്മണാണ്. പുള്ളിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. പുള്ളിയെ വാസിറായിട്ട് നിയമിക്കണം. വാസിർ ഹാസ് എ കപ്പാസിറ്റി, എ ഫിനാൻസ് മിനിസ്റ്റർ ആൻഡ് മിലിറ്ററി ഹെഡ് അപ്പോയിന്റ് ചെയ്യുന്നു. ഒരു ബ്രാഹ്മണായിരുന്നു, ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള ആളാണ്. പുള്ളിനെ മതം മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പുള്ളിയെ അപ്പോയിന്റ് ചെയ്യുന്നു.
ആൻഡ് ഒരുപാട് പ്രോബ്ലംസ് ആ കാലഘട്ടത്തിൽ ഫുള്ളി ഫേസ് ചെയ്യുന്നുണ്ട്. ഡിസിന്റഗ്രേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഇഷ്യൂസ് വരുന്നു. അതേപോലെ തന്നെ ബംഗാളിൽ നിന്ന് പ്രോബ്ലംസ് വരുന്നു. ബംഗാൾ സുൽത്താൻ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ പരിവായിട്ടുണ്ട് ഡൽഹി സുൽത്താനായിട്ട്. ഓക്കെ, പല സ്ഥലങ്ങളും ഈ പറയുന്ന പോലെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്ത് തന്നെ പ്രശ്നം വന്നു, ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. പുള്ളി ഒരുപാട് എക്സ്പെഡീഷൻസ് ഒക്കെ വരുന്നുണ്ട്, ഒഡീഷ ഭാഗത്തേക്ക്, ഉരി ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട്. പല സ്ഥലങ്ങളും പുള്ളി കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ സക്സസ്ഫുള്ളി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഒരുപാട് മാർച്ച് നാഗർകോട്ടിലേക്ക് മാർച്ച് വരുന്നുണ്ട്, എന്നിട്ട് അത് പിടിച്ചെടുത്തിട്ട് ടാക്സ് ഒക്കെ അപ്പൊ കമ്പാരിറ്റീവ്ലി പുള്ളി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ ഫിറോഷ്യൻ തട്ട എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ട് ഹിയർ. ദിസ് ഇസ് തട്ട റീജിയൻ, ഫേമസ് റീജിയൻ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, ആ സമയത്തും ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. അവിടേക്ക് മാർച്ച് നടക്കുന്നു, ആ സിന്ധിന്റെ ഭാഗം പിടിച്ചെടുക്കുകയും അവിടെ ടാക്സ് ട്രിബ്യൂട്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡയനാസി എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് വരുമ്പോൾ ഉലേമാസിന്റെ കാര്യം നമ്മൾ പറയുന്നത്. ഉലേമാസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് സ്കോളേഴ്സ് ആണ്, ഓർത്തഡോക്സ് കോൺസെപ്റ്റ് ആണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ പോലും ഇവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫിറോസ് ഷാ തുഗ്ലക്ക് ഭരിച്ചിരുന്നത്. ഫിറോസ് ഷാ തുഗ്ലക്ക് എന്താണ്, സ്ട്രിക്ട്ലി കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടായിരുന്നു മൂവ് ചെയ്തിരുന്നത്. ഉലേമാസ് എന്താണോ പറയുന്നത് അതേ രീതിയിലായിരുന്നു പുള്ളി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇക്താസിസ്റ്റ് ഒക്കെ പുള്ളി റിവൈവ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, നോബിൾസിനെ ഹെറിഡിറ്ററി ആക്കുന്നുണ്ട്. അതായത് ഉലേമാസിന്റെ മകൻ അടുത്ത ഉലേമയായിട്ട് വരുന്ന രീതിയിൽ. എന്തുകൊണ്ടാണ് ഉലേമാസ് അതിനായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക, ആ രീതിയിലേക്ക് പുള്ളി അത് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പുള്ളി ലെവിർ ടാക്സ്, ഇസ്ലാമിക് ലോ അനുസരിച്ച് ടാക്സ് പിരിക്കുന്നുണ്ട്. ജസിയ ടാക്സ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ജസിയ നിങ്ങൾക്ക് അറിയാം. ജസിയ ടാക്സ് തുടങ്ങിയത് ആരാണ്, ഇന്ത്യയിൽ കുത്തബ്ബുദ്ദീൻ ഐബക്കാണ്. ഐബക്കാണ് ജസിയ ടാക്സ് തുടങ്ങിയത്. ഓക്കെ, ഐബക്കിന്റെ കാലം മുതൽ ജസിയ ടാക്സ് ഉണ്ട്. ഓക്കെ, ഐബക്കിന്റെ കാലഘട്ടത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് അപ് ടു ഫിറോസ് ഷാ തുഗ്ലക്ക് ബ്രാഹ്മണന്മാർക്ക് ജസിയ ടാക്സ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തു, ബ്രാഹ്മൺസിനും കൂടി ജസിയ ടാക്സ് ഏർപ്പാടാക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം ബ്രാഹ്മൺസിന് ജസിയ ടാക്സ് കൂടി കൊടുക്കുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഓക്കെ, രണ്ടാമത് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ജസിയ എന്ന് പറഞ്ഞ ഒറ്റ ടാക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇറിഗേഷൻ ടാക്സ് സെപ്പറേറ്റ് ആയിരുന്നു, ഇല്ല ഒരുമിച്ചായിരുന്നു വരുന്നത്. ഇവിടെ എന്ത് ചെയ്തു, ജസിയ ടാക്സും ഇറിഗേഷൻ ടാക്സും രണ്ടും രണ്ടാക്കുന്നു. അതിന് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഫസ്റ്റ് സുൽത്താൻ ടു ഇമ്പോസ് ഇറിഗേഷൻ ടാക്സ്. അദ്ദേഹം അത്രയ്ക്ക് ഇറിഗേഷൻ ഡെവലപ്മെന്റ് പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഓക്കെ, ബിക്കോസ് അദ്ദേഹം ഇറിഗേഷൻ കനാൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ശരിക്കും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു കനാൽ കൺസ്ട്രക്ട് സത്ലജ് ഹൻസി റിവറിന്റെ ഭാഗത്ത്, യമുന ഹിസാർ റിവറിന്റെ ഭാഗത്ത് വലിയ ഇറിഗേഷൻ ഫെസിലിറ്റീസ്. അപ്പോൾ വലിയ ഇറിഗേഷൻ ആസ്പെക്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇറിഗേഷൻ ടാക്സ് പിരിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട്, അത്രയും ഇറിഗേഷൻ ഡെവലപ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തുഗ്ലക്ക് ഡൈനാസിയിലാണെങ്കിലും അതേപോലെ തന്നെ ടോട്ടൽ ഡൽഹി സൽത്തനത്തിലാണെങ്കിൽ ഇറിഗേഷൻ അത്രയും പ്രാധാന്യം കൊടുത്ത ആളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിറോസ് തുഗ്ലക്കാണ്. അത്രയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളി. അതേപോലെ തന്നെ ഹോർട്ടിക്കൾച്ചറിന്, ഫ്രൂട്ട്സ് ഗാർഡൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ 1200 ഹോർട്ടി ഗാർഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അത്രയും ഡെവലപ്മെന്റ് പുള്ളി ആ ഭാഗത്ത് കൊണ്ടുവന്നു. അതായത് എക്കണോമിക്കൽ ആസ്പെക്ടും പുള്ളി ശ്രദ്ധിക്കാൻ തുടങ്ങി നടത്തും. സ്പെഷ്യൽ ടാക്സുകൾ പുള്ളി അബോളിഷ് ചെയ്തു. അതൊക്കെ ഇസ്ലാമിക് ലോയിനെതിരാണ് സ്പെഷ്യൽ ടാക്സുകൾ, അത് അബോളിഷ് ചെയ്തു. ഇത് പുള്ളിയുടെ കാലഘട്ടത്തിലെ ടാക്സ് ആണ്. ഞാൻ പറഞ്ഞു ജസിയ അറിയാലോ, ടാക്സ് പ്രാക്ടീസ് ഓൺ നോൺ മുസ്ലിംസ്. ഹിയർ ആർ ദ ടാക്സസ് സക്കാത്ത്, ടാക്സസ് ഓൺ മുസ്ലിം ഫോർ സ്പെഷ്യൽ റിലീജിയസ് പർപ്പസസ്. നിങ്ങൾ എപ്പോഴും നോമ്പ് തെറ്റിച്ച് കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കാറുണ്ടല്ലോ അല്ലെ, അങ്ങനെ എന്തൊരു ഇതുണ്ടെന്ന് എന്റെ ധാരണ. ഓക്കെ, അതേപോലെ തന്നെ ഒരു ടാക്സ് ആണ് സക്കാത്ത് എന്ന് പറയുന്ന ടാക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കരഞ്ച് വരുന്നുണ്ട്, 1/10 ഓഫ് ദി പ്രൊഡ്യൂസും. അതുപോലെ ഖം 1/5 ഓഫ് ദി വാർ ബൂട്ടി. വാർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 1/5. എവിടെയെങ്കിലും എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഖാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പറയുന്ന രീതിയിൽ ഇക്താസ് എന്തെങ്കിലും വാർ നടത്തുന്നുണ്ട്, ആ വാർ നടത്തി അവർക്ക് കിട്ടുന്ന സമ്പാദ്യത്തിന്റെ 1/5 എന്ത് ചെയ്യണം, ഈ ഡൈനാസിയിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ രീതിയിലാണ് പുള്ളി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പുതിയ റോയൽ ഫാക്ടറീസ് ഒക്കെ പണിയുന്നുണ്ട്. അതിനാണ് ഖർഖനാസ് എന്ന് പറയുന്നത്. ഇസ് എ UPSC സിവിൽ സർവീസ് പ്രിലിംസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതേപോലെ തന്നെ പുള്ളി പുതിയ സിറ്റീസ് ഒക്കെ പണിയുന്നു. പുള്ളി പണിത സിറ്റിയാണ് ഫിറോസാബാദ് എന്ന് പറയും. ലേറ്റർലി അതിനെ ഫിറോസ് ഷാ കോട്ട്ല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇത് അദ്ദേഹത്തിന്റെ സിറ്റീസ് ആണ്. ജോൺപൂർ, ഹിസാർ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ സിറ്റി. കാരണം ഈ ഹിസാർ എന്ന സിറ്റിയിലാണ് പുള്ളി ഡാം കൺസ്ട്രക്ട് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ്, അവിടത്തെ ആൾക്കാർ കൂടി താമസിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുത്തബ് മിനാർ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പയർ ചെയ്യുന്നുണ്ട്. ടോപ്പ് ലെവലിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്, അതൊക്കെ പുള്ളി വീണ്ടും റിപ്പയർ ചെയ്യുന്നുണ്ട് കുത്തബ് മിനാർ. അതേപോലെ പുള്ളി പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നു, ദിവാൻ ഐ ഖൈറത്ത്. ദിവാൻ ഐ ഖൈറത്ത്. ഓക്കെ, ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ടേക്ക് കെയർ ഓഫ് ഓർഫൻസ് ആൻഡ് വിഡോസ്. ഓക്കെ, അതിനാണ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്. സർവീസ് ആസ്പെക്ട് ആയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അതേപോലെ തന്നെ ദിവാൻ ഐ ഇക്തിബാഖ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു പൂവേഴ്സ്. ഓക്കെ, ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ്, അതായത് ദിവാൻ ഐ ഖൈറത്തും അതേപോലെ തന്നെ
ദിവാൻ ഐ ഇസ്തക്. 2 ഡിപ്പാർട്ട്മെന്റ് ആണ്. രണ്ടും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത് ചോദിക്കും. അതുകൊണ്ടാണ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞത്. കാരണം ഇദ്ദേഹത്തിന്റെ സമയത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്. അതിൽ 2 ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ കുറെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞില്ലേ, ദിവാൻ ഐ കോഹി എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഏതാണ് ഡിപ്പാർട്ട്മെന്റ്? പറഞ്ഞു ആരെങ്കിലും? ആതിര, അലിഷ, ആരെങ്കിലും ഓർമ്മയുണ്ടോ? അഗ്രികൾച്ചർ, വെരി ഗുഡ്. ഓക്കെ, ആരെ കാലഘട്ടത്തില? മുഹമ്മദ് ബിൻ തുഗ്ലക് അല്ലെ. ദിവാൻ ഐ ആർസ് എന്ന് പറയുന്നത് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്. ആരെ കാലഘട്ടത്തില? ബാൽബൺ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ റിയാസത്ത് പറഞ്ഞു. ആരെ കാലഘട്ടത്തില? ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാർക്കറ്റിന്റെ ബേസിൽ അലാവുദ്ദീൻ ഖൽജി, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അതേപോലത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദിവാൻ ഐ ഖൈറത്തും ദിവാൻ ഐ ഇസ്തക്, രണ്ടും ഫിനാൻഷ്യൽ ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഖൈറത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദാറുൽ ഷഫ എന്ന് പറയുന്ന ഒരു ഫ്രീ ഹോസ്പിറ്റൽ സിസ്റ്റം കൂടി ഉണ്ട്. മാരേജും അതേപോലെ പ്യുവർ മുസ്ലിം വുമൻസിനും ഹെൽപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു ഇതും കൂടിയാണ് ആ സിസ്റ്റം എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് എന്ത് ചെയ്യാം, ആ ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനത്തെ ഒരു ഫെസിലിറ്റി കൂടി പുള്ളി. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, പുള്ളി കുറച്ചും കൂടി എന്താണ് അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ പാട്രണൈസിന്റെ കാലത്ത് ബറാണി ഉണ്ട്, അതുപോലെ അഫീഫ് ഉണ്ട്. ഈ ബറാണി എന്ന് പറയുന്ന ആള് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ ഷിയ മുസ്ലിംസിനോടും സൂഫീസിനോടും ഇൻടോളറന്റ് ആയിരുന്നു. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഉലേമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉലേമാസിന് ഈ പറയുന്ന സൂഫീസിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എവിടെയും ഒപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഹിന്ദുസിനെ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസ് ആയിട്ടാണ് പുള്ളി കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജിസിയ ടാക്സ് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്ത ആൾക്കാരാണ് സിക്കന്ദർ ലോധിയും ഔറംഗസേബും ലേറ്റസ്റ്റ് സ്റ്റേജുകളിൽ. പക്ഷേ കുറെ സർവീസ് ആസ്പെക്റ്റും പുള്ളി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ മറന്നു പോയത്. അത്രയും ഡെവലപ്മെന്റ് അവിടെ വന്നിട്ടുണ്ട്. പുള്ളി മറ്റൊരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, സോൾജേഴ്സ് വരില്ല യുദ്ധത്തിൽ, അവരെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, സ്ലേവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ സ്ലേവുകളാണ് ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടാവുക. ഈ സ്ലേവ്സിന് വേണ്ടി അദ്ദേഹം മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്നു. ദ ഡിപ്പാർട്ട്മെന്റ് ഇസ് നോൺ ആസ് ദിവാൻ ഐ ബന്ധാഗൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്ലേവ്സ്. UPSC ക്വസ്റ്റ്യൻ. അപ്പോൾ ദിവാൻ ഐ ബന്ധാഗൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ബിക്കോസ് സ്ലേവ്സിന് വേണ്ടി പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ടോർച്ചർ ആയിട്ടുള്ള ശിക്ഷാവിധികളൊക്കെ പുള്ളി ഒഴിവാക്കുന്നു. കാരണം അതൊക്കെ മുസ്ലിംസ് ലോയിലൊക്കെ എതിരാണ്, ടോർച്ചറിന്റെ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ പുള്ളി പല സ്ഥലങ്ങളും പിടിച്ചെടുക്കുന്നുണ്ട്. ജഗന്നാഥ്പുരി ടെമ്പിളൊക്കെ പിടിച്ചെടുക്കുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നൊക്കെ ഉണ്ട് പുള്ളി. അതേപോലെ തന്നെ വാറിൽ വന്ന സമയത്ത് പല ബുക്കുകളും പേർഷ്യൻ ലാംഗ്വേജിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഫത്തുഹത്ത് ഫിറോസ് ഷാഹി എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയതാണ്. ഈ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഇദ്ദേഹം ഈ പറയുന്നത് പോലെ തന്നെ ഏകദേശം ഈ ഫിറോസ് തുഗ്ലക് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഭയങ്കരമായിട്ടൊരു പ്രോബ്ലംസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ഒരു ഡൈനാസ്റ്റിക്ക് വരുന്നത്. ഓക്കെ, അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ടിമൂർസിന്റെ ഇൻവേഷൻ ആണ്. ഓക്കെ, ടിമൂർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്നത് പോലെ 1398 ഡൽഹി ഇൻവേഡ് ചെയ്യുന്നു. ഓക്കെ, ആ സമയത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുന്ന റൂളർ എന്ന് പറയുന്നത് നസറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ പറയുന്നത് പോലെ ഡൽഹിയിൽ ഇൻവേർഷൻ വരുന്നത്. 1414 വരെ കണ്ടിന്യൂസ് ഇൻവേർഷൻ വരുന്നുണ്ട് തുഗ്ലക് ഡൈനാസ്റ്റിയിൽ. ശരിക്കും പറഞ്ഞാൽ ടിമൂറിന്റെ ഇൻവേർഷൻ ആണ് തുഗ്ലക് ഡൈനാസ്റ്റി ഡൗൺ ആവുന്നത്. ടിമൂർസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡൽഹി ഇൻവേർഡ് ചെയ്യുകയും നസറുദ്ദീൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തുകയും അവർ ഡൽഹി ക്യാപിറ്റൽ പിടിച്ചെടുക്കുകയും അതിനുശേഷം കിസിർ ഖാൻ എന്ന് പറയുന്ന ഒരാളെ ടിമൂർസ് അപ്പോയിന്റ് ചെയ്യുകയും അവർ തിരിച്ചു പോവുകയും ചെയ്യാണ്. അദ്ദേഹത്തിനെ ഗവർണർ ഓഫ് മിൽട്ടൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ഇതാണ് സെയ്ദ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ സെയ്ദ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്താണ്, ടിമൂർസിന്റെ ഗ്രൂപ്പാണ്. അദ്ദേഹത്തിന്റെ ഗവർണർ ആയിട്ടുള്ള കിസിർ ഖാൻ ആണ് ചെയ്യുന്നത് ആ ഭരണത്തിലേക്ക് വരുന്നത്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആണോ ഞാൻ പറഞ്ഞത്? ഇതാണ് തുഗ്ലക് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞാൻ ഈ പറഞ്ഞ ഭാഗത്ത്? ക്ലിയർ ആണോ? ഫൈൻ. ഓക്കെ, നമ്മൾ തുഗ്ലക് ഡൈനാസ്റ്റിന്റെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കും അതേപോലെ തന്നെ ആരുമാണ്, മുഹമ്മദ് ബിൻ തുഗ്ലക്കുമാണ്. 2 പേരുടെയും കോൺട്രിബ്യൂഷൻസ് ഞാൻ പറഞ്ഞു, രണ്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ചോദിച്ചൊരു ചോദ്യം എന്താണ്, ടിമൂർസിന്റെ ഇൻവേഷൻ വന്നിട്ടുള്ളത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണെന്ന്. ആണോ? അല്ല. ശരിക്കും വന്നത് ആരാണ്? നസറുദ്ദീൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിലാണ്. അദ്ദേഹമാണ് അവസാനത്തെ റൂളർ എന്ന് പറയുന്നത്, നസറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന ആള്. ഓക്കെ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ടിമൂർ ഇൻവേഷൻ വരുന്നത്. ടിമൂർസ് ആ സമയത്ത് പലതവണ അറ്റാക്ക് ചെയ്യുന്നു, ഡൽഹി ക്യാപിറ്റൽ പിടിച്ചെടുക്കുന്നതോടെ എന്ത് ചെയ്യുന്നു, ഡൽഹി ക്യാപിറ്റലിൽ പുതിയൊരു റൂളർ അപ്പോയിന്റ് ചെയ്യുന്നു, കിസിർ ഖാൻ എന്ന് പറയുന്ന റൂളർ. എന്നിട്ട് ടിമൂർസ് തിരിച്ചു പോവാണ്. ഈ ടിമൂർ ഡൈനാസ്റ്റിയാണ് സയ്യിദ് ഡൈനാസ്റ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഡൈനാസ്റ്റി എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ ആണോ?